ഹലോ അസ്സാം വലൈക്കും. ലക്ഷദ്വീപുകാരനാണ് ഞാൻ. എബൂസും കട്ടികളും കൂടി ഈ പോണത് ഒരു ചായ കുടിക്കാനാട്ടോ. ചായ കുടി മാത്രമല്ല നമ്മൾ ഇന്നത്തെ പരിപാടി. അത് കഴിഞ്ഞാണ് നമുക്ക് അടുത്ത പരിപാടി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് ഹോട്ടലിലേക്ക്. അവിടെ ചെന്നാലല്ലേ നമുക്ക് ചായ കിട്ടുള്ളൂ. അവിടുത്തെ ചായയും കുടിച്ച് നമ്മൾ നേരെ വിട്ട് നമ്മുടെ അടുത്ത പരിപാടിക്ക്. വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ആ ഒരു കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം ആൾക്കാർ അവിടെ ഉണ്ട്. പെണ്ണുങ്ങളും ഉണ്ട്, ആണുങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ എങ്ങോട്ടാ പോയതെന്ന്. ഈ വർഷം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ പോയത്. ഈ വീഡിയോസ് എടുത്തിട്ട് ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. വേറൊന്നും കൊണ്ടല്ല, ദുൽഹിജ്ജ മാസം പിറന്നിട്ട് അപ്ലോഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى. എന്റെ നാട്ടിലെ അലിമുബാറക് എന്ന ഹാഫിളായ വ്യക്തിയാട്ടോ സൂറത്തുൽ ബക്കറയിലെ 197 ആയത്ത് ഇവിടെ പാരായണം ചെയ്തത്. ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പരിചയപ്പെടുത്തുന്നത് നിശ്ചിതമായ മാസങ്ങളിലാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കേണ്ടത്. എത്രയോ സത്യമായ കാര്യമാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത്. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് നമുക്ക് ഹജ്ജ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവുകയുള്ളൂ. ആരെങ്കിലും ഹജ്ജ് കർമ്മം നിർവഹിച്ചാൽ ഹജ്ജ് കർമ്മത്തിനിടയിൽ അവർ ലൈംഗിക ബന്ധങ്ങളിൽ നിന്നും അസഭ്യം പറയുന്നതിൽ നിന്നും തർക്കവിതർക്കങ്ങളിൽ നിന്നും മാറി നിൽക്കട്ടെ. നിങ്ങൾ എന്ത് നല്ല കാര്യം ചെയ്താലും അള്ളാഹു അത് പൂർണ്ണമായും അറിയുന്നവനാണ്. യാത്രക്കാവശ്യമായ വിഭവങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക. തീർച്ചയായും യാത്രക്ക് ഏറ്റവും നല്ല മാർഗം നീതിയാണ്. ബുദ്ധിമാന്മാരെ, നിങ്ങൾ എന്നെ സൂക്ഷിക്കുക എന്ന ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹു നമ്മളെ പരിചയപ്പെടുത്തിയത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ ഒന്നാണ് ഹജ്ജ് നിർവഹിക്കൽ. എന്നാൽ ഈ പറയുന്ന ഹജ്ജിന് എല്ലാവർക്കും പോകാൻ പറ്റിയെന്ന് വരില്ല. ഒരുപാട് പണമോ പത്രാസോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഹജ്ജ് എന്നത് പത്രാസല്ല, പാപ്പരാണെന്നറിവാണ്. ഹാജി എന്നാൽ കേമനല്ല, ഫക്കീർ എന്ന വിളിയാണ്. ഫക്കീർ എന്ന വിളിയാണ്. ഇസ്ലാമിന്റെ ചരിത്രമനുസരിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിളി കേട്ടവരാണ് ഹജ്ജിന് പോവുകയുള്ളൂ. എന്റെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആൾക്കാരെ യാത്രയാക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ കാണുന്ന ജനങ്ങൾ എല്ലാരും പോണത്. അള്ളാഹിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ലോകത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടിയിട്ട് കഅബ എന്ന ഭവനം നിർമ്മിച്ചത്. ലോകത്തുള്ള എല്ലാ മുസ്ലിമുകളും പടിഞ്ഞാറ് തിരിഞ്ഞു നിന്നുകൊണ്ടാണ് നിസ്കരിക്കുന്നത്, അതായത് കഅബക്ക് നേരെ. കഅബയുടെ പണി കഴിഞ്ഞപ്പോഴേക്കും ഒരു കല്ല് വെക്കാനുള്ള സ്ഥലം മാത്രം ബാക്കിയായി. ആ കല്ല് നോക്കാൻ വേണ്ടിയിട്ട് മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ വാപ്പായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞയച്ചു. ആ സ്ഥലത്ത് വെക്കേണ്ട കല്ല് ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്നു. സ്വർഗത്തിൽ നിന്നും ജിബ്രീൽ അലൈഹിസ്സലാം ആ കല്ല് കൊണ്ടുവരുമ്പോൾ വെളുത്ത നിറത്തിലായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന കല്ലിന്റെ പേരാണ് ഹജറുൽ അസ്വദ് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹജ്ജും ഉംറയും ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ഹജ്ജിന് പോണ എല്ലാവരെയും കപ്പലിലേക്ക് കയറ്റി നമ്മളെ യാത്രയാക്കി. നല്ല രീതിയിൽ ഹജ്ജും ചെയ്ത് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എല്ലാവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. അത് തിരുത്താനുള്ള അവസരം കൂടി നിങ്ങൾക്കുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചെറിയ വീഡിയോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായിട്ട് എന്തായാലും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുവരേക്കും ബൈ ബൈ.